ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന IT-കളിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് കേരള PSC ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു വിജയമാണ് ഏണസ്റ്റ് അക്കാഡമിക്ക് ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് നേടാൻ സാധിച്ചത്. റാങ്ക് ലിസ്റ്റിൻ്റെ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥകൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. ഒപ്പം ടോപ്പ് റാങ്കുകളെല്ലാം ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസിനാണ് നേടാൻ സാധിച്ചേക്കുന്നത്. ഇവിടെ 21 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ 12 റാങ്കുകളും നമുക്ക് നേടാൻ സാധിച്ചു. ആദ്യ 10-ൽ 7 റാങ്കുകളും ഏണസ്റ്റ് അക്കാഡമിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ പേരിൽ ആശംസകൾ അറിയിക്കുകയാണ്. എത്രയും വേഗം അഡ്വൈസ് ലഭിച്ച് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കട്ടെ. ഇവർക്ക് സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സിനും ഏണസ്റ്റ് അക്കാഡമിയുടെ പേരിലും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്നത് വിശാഖ് പോറ്റിയാണ്. സെക്കൻഡ് റാങ്ക് നേടിയിരിക്കുന്ന ശരത്, 4th റാങ്ക് നേടിയിരിക്കുന്ന രഞ്ജിത്ത്, 5th റാങ്ക് നേടിയിരിക്കുന്ന ടോം ജോസ്. ആദ്യ റാങ്കിൽ നേടിയിരിക്കുന്ന വിശാഖ് പോറ്റി, അതേപോലെ ശരത്ത്, രഞ്ജിത്ത്, അപ്പോൾ ഇവരെല്ലാം തന്നെ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത നമ്മുടെ ട്രേഡ്സ്മാൻ ടർണർ, ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റിലും ഒക്കെ ഇവർക്ക് ടോപ്പ് റാങ്കിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റുഡൻസ് എല്ലാം നമ്മുടെ ആ കോഴ്സിലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 6th റാങ്ക് നേടിയിരിക്കുന്നത് ജോബിനാണ്. 7th റാങ്ക് നേടിയിരിക്കുന്ന ഷിജിനാണ്. 9th റാങ്ക് നേടിയിരിക്കുന്ന അജലാണ്. 12th റാങ്ക് വരുൺ, 15th റാങ്ക് വിവേക്, 16th റാങ്ക് റിൻഡോ, 19th ബിജു, 21st അനീഷ് ടി. അപ്പോൾ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടോപ്പ് റാങ്കുകളെല്ലാം നമുക്ക് നേടാൻ സാധിച്ചു. അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ 50% മേളിൽ, അതായത് മെയിൻ ലിസ്റ്റിൻ്റെ 50% മേളിൽ ഉദ്യോഗാർത്ഥികളാണ് ഏണസ്റ്റ് അക്കാഡമി സ്റ്റുഡൻസാണ്. ഓക്കെ, അപ്പോൾ ഈ വിജയം നമുക്ക് വീണ്ടും വീണ്ടും എങ്ങനെയാണ് ആവർത്തിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ നോക്കുവാണെങ്കിൽ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത ട്രേഡ്സ്മാൻ ടർണിംഗ്, അതേപോലെ ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ്, അതേപോലെ പോളിടെക്നിക് കോളേജുകളിലെ ലെക്ചർ പോസ്റ്റ്, അതേപോലെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, KW ഓപ്പറേറ്റർ, ഇതിൻ്റെ എല്ലാ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ഞാൻ തന്നെയായിരുന്നു ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ വിശദവിവരങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് സ്പേസിൽ കവർ ചെയ്തത്. അപ്പോൾ റാങ്ക് ലിസ്റ്റിലെല്ലാം ഇതേപോലെ തന്നെയായിരുന്നു. റാങ്ക് ലിസ്റ്റിൻ്റെ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളാണ് ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ടോപ്പ് റാങ്കുകളും നമുക്ക് നേടാൻ സാധിച്ചു. ഇത് മെക്കാനിക്കൽ ബ്രാഞ്ചിൽ മാത്രമല്ല, കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രോണിക്സിലും എല്ലാം നമുക്ക് ഈ വിജയം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 6.5 കൊല്ലമായിട്ട് നമ്മൾ ടെക്നിക്കൽ പോസ്റ്റുകളുടെ കോച്ചിങ് നടത്തി വരുവാണ്. അതിൽ ITA ക്വാളിഫിക്കേഷൻ മുതൽ MTech ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ കോഴ്സുകളുടെയും ഒട്ടുമിക്ക എല്ലാ എക്സാംസിൻ്റെയും നമ്മൾ കോച്ചിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഇതേ റാങ്ക് ലിസ്റ്റ് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു അക്കാഡമിക് പാനലുണ്ട്. ചിട്ടയായിട്ട് ഇവരെ ഗൈഡ് ചെയ്യുന്ന മെൻറ്റേഴ്സ്, നല്ല കണ്ടൻസ് ഡെലിവർ ചെയ്യുന്ന നമ്മുടെ ഫാക്കൽറ്റീസ്, അതേപോലെ ഈ എക്സാംസിനൊക്കെ നന്നായിട്ട് പഠിക്കണം, നല്ല ടോപ്പ് റാങ്കിൽ നേടണം എന്ന ദൃഢനിശ്ചയത്തോടെ ഏണസ്റ്റ് അക്കാഡമി തിരഞ്ഞെടുക്കുന്ന സ്റ്റുഡൻസും അവരുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമമാണ്. അപ്പോൾ അവരുടെ പരിശ്രമവും നമ്മുടെ കമ്പൈൻഡ് ആയിട്ടുള്ള എഫേർട്ടും കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള റിസൾട്ടുകളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ ഇതേപോലുള്ള എക്സാംസിന് അപ്പിയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉയർത്താൻ സാധിച്ചിട്ടില്ല, അതായത് കുറേ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് ഗൈഡൻസും കുറച്ച് മെൻറ്ററിങ്ങും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് ഗൈഡൻസും കോച്ചിങ്ങും ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങളോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പെർഫോമൻസും നെക്സ്റ്റ് ലെവലിലോട്ട് ഉയർത്താനും ഇതേപോലുള്ള വിജയങ്ങൾ നിങ്ങൾക്കും ആവർത്തിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും മെക്കാനിക്കലുകാർക്ക് ഓൾറെഡി നമുക്കിപ്പോൾ എന്താണ് 3 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ലൈവാണ് അല്ലേ? അപ്പോൾ ആ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, അതിൻ്റെ എക്സാം സ്ലോട്ട് വന്നിട്ടുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ തന്നെ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ തന്നെ നമുക്ക് 2-3 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഓവർസിയർ തസ്തികളുടെ വിജ്ഞാപനം ഓൾറെഡി വന്നിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റി തന്നെ ഓപ്പറേറ്ററിൻ്റെ വിജ്ഞാപനം നമുക്ക് ലൈവാണ്. അതേപോലെ തന്നെ നമ്മൾ വളരെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് AMVI അല്ലേ? നല്ലൊരു ഗ്ലാമർ പോസ്റ്റാണ്, കൂടുതൽ വേക്കൻസീസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും AMVIയുടെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഒരു ഏപ്രിൽ കഴിഞ്ഞ് എപ്പോൾ വേണേലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള വിജയം നിങ്ങൾക്ക് ആവർത്തിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സബ്ജക്റ്റ് നോളജ് എന്തും ആയിക്കോട്ടെ, ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഞങ്ങളുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും റെഡിയാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകാൻ. അപ്പോൾ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. കോഴ്സിനെ പറ്റി കൂടുതൽ വിശദവിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ്സിലും അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലും ഒക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്താൽ മതിയാവും. നമ്മൾ ഇപ്പം കണ്ടക്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും അവിടെ പബ്ലിഷ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.